എന്തൊരു വിഷടിച്ചത്? ആ, എന്തെല്ലാം കലക്കി കുടിച്ചത്? കൊള്ളാം കേട്ടാ. അപ്പുറത്ത് കിടക്കണ അയാളെ കണ്ട അങ്ങേരി എമ്മച്ചിലാണ് വിഷം കലക്കി കുടിച്ചത്. എന്നിട്ട് ഇപ്പൊ അമ്മച്ചിയെന്നും പറഞ്ഞ് കരഞ്ഞോണ്ട് കിടക്കണം. ഒരു കാര്യം ചെയ്, കുറെ വെള്ളം അങ്ങ് കുടിക്കും, മൊത്തം ഛർദി ചിഞ്ഞ് പോരട്ട്. ആ, കുറച്ചും കൂടി ഛർദിക്കിട്ട് നിങ്ങൾ കുറച്ച് വെള്ളം കുടിക്കും കേട്ടാ. കൂടെ ആരെങ്കിലും വന്നാ എന്തൊരു പുറത്തുണ്ടാ? ആ ആ ആ ശരി. സിസ്റ്ററെ കുറെ വെള്ളം കുടിക്കും കേട്ടാ. നിങ്ങൾ ബ്രിഗേഷിന്റെ കൂടെ വന്ന അയാൾ എന്തിനു വിഷം അടിച്ചത്? ഒന്നും പറയാണ്ടൊക്കെ നല്ല. അതായത് ഇതുവരെ കല്യാണം കഴിച്ചിട്ട് പെണ്ണ് കിട്ടണ്ടേ. 10 വയസ്സായി. അപ്പൊ എലി വിഷം എടുത്ത് കഴിച്ചു. അതിനൊക്കെ ഇപ്പൊ പ്രശ്നം എന്തര്? എനിക്ക് കിട്ടിയില്ലല്ലേ ഇതൊരു ചെറുക്കന്. ഓ, ഗവൺമെന്റ് പണി ഉണ്ടായിട്ട് കല്യാണം കഴിച്ചിട്ട് ഇതുവരെ ഞാനും കഴിച്ചിട്ടാ. അതെന്തരെന്നറിയാമോ? ജ്വാത്സ്യന്മാര് പറയണത് എന്തര് എന്റെ ചൊവ്വയില് ശുദ്ധം കേറിപ്പോയെന്ന്. കറക്റ്റാണ്, കേറിയിട്ടുണ്ടാവും ചിലപ്പോ. ഓനിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. നാളെ ചിലപ്പോ നമ്മള് വാർഡിലോട്ട് മാറ്റും. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, കിടക്കാൻ ബെഡൊന്നും കിട്ടൂല. ഒന്നും വേണ്ട, ഞാൻ ഇടം കിടന്നോളാം. അയ്യ, നിങ്ങൾക്ക് കിടക്കണ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ രോഗിയുടെ കാര്യമാണ് പറഞ്ഞത്. വേണമെങ്കിൽ വെളിയിൽ നിന്ന് പാവെല്ലാം വാങ്ങിച്ചോണ്ടോ തറയിൽ വിരിച്ചെങ്കിലും കിടക്കാം. ഓൻ വിഷം കഴിച്ചു എന്ന് വെച്ചാൽ രാജകീയ പദവിയിലാണ്. ഓനക്ക് രാജാവാ. അതുകൊണ്ട് തറയിൽ കടത്താൻ പറ്റില്ല. എനിക്കെന്തൊരു ചേച്ചിനെ ഇപ്പൊ വിളിക്കാം. വല്ലാത്ത സ്വഭാവമാണല്ലോ. നോക്കട്ടെ, ഞാനിപ്പോ വിളിക്കാം. ചേച്ചിനെ വിളിക്കട്ടെ. കനലെറിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലു പോലെ സൂര്യൻ. ചേച്ചി, ബ്രിഗേഷ് പണി പറ്റിച്ച്. എന്താടാ ഓന് പെണ്ണ് കിട്ടിയ? ഓൻ വിഷം കഴിച്ച്. ആണോ? എപ്പോ? ഞാനിവിടെ ഒറ്റക്കാന്ന്. ആശുപത്രിയിലുള്ളത്, വേറെ ആരുമില്ല. ഇനി ഓൻ്റെ അളിയനെ വിളിച്ചു പറ. ഇനിയിപ്പോ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞല്ലേ കിട്ടുള്ളൂ. പോസ്റ്റ്മോർട്ടം നമുക്ക് പിന്നെ ആക്കാം. ആദ്യം വേണ്ടത് കിടക്കാനൊരു ബെഡ്. അതെങ്കിലും തരാൻ വേണ്ടി പറ. അപ്പൊ ഓൻ ചത്തില്ലേ? ഓൻ ചാവാൻ വേണ്ടി തന്നെ വിഷം കഴിച്ച്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഓൻ വാള് വെച്ച് ഇവിടെ കിടന്ന് ഓൻ ചാവും. ശരി, കട്ടിൽ വേണമെങ്കിൽ ഞാൻ സൂപ്രണ്ടനെ വിളിച്ചു പറയാം. അല്ലേ വേണ്ട, ആ ഫോൺ നഴ്സിന്റെ അടുത്ത് കൊടുക്ക്. ഇനിയെല്ലാം സിസ്റ്ററോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ കൊടുക്കാം. സിസ്റ്റർ ഒറ്റ മിനിറ്റ്, ഒന്നും ഇങ്ങോട്ട് വന്നേ. വേമ്പാ വഞ്ചേച്ചി ഓറ് പറയും. ഞാൻ ചാത്തോത്ത് ബ്രാഞ്ച് സെക്രട്ടറി KP വനജയാ. സെക്രട്ടറിയാ പറയും. എന്തര്? ആടെ വിഷം കഴിച്ചു വന്ന ബ്രിഗേഷ് എനിക്ക് വളരെ വേണ്ടപ്പെട്ടവനാ. ഓൻ ആടെ കിടക്കാൻ കട്ടിലില്ലാന്നൊരു പരാതി കിട്ടിക്കല്ലോ. നിങ്ങൾ ആ കാര്യം ഗൗരവത്തിലെടുക്കണം. അതെ, നിങ്ങൾ ചോദിക്കുമ്പോ ബെഡ് എടുത്ത് തരാനേ. ഇത് കോവള റിസോർട്ടൊന്നും അല്ല. അവനെ ചാവാൻ വിഷം അടിച്ചിട്ട് വന്ന് കിടക്കണതല്ലേ, അല്ലാതെ അതിർത്തിയിൽ വെടികൊണ്ട് കിടക്കണ പട്ടാളക്കാരനൊന്നും അല്ലല്ല. നിങ്ങൾ മാന്യമായി സംസാരിക്കണം. ഈ നാടിന് തനതായ ഒരു സംസ്കാരമുണ്ട്, ഒരു തനതായ രീതിയുണ്ട്. ഓ ശരി, നിങ്ങൾ വിളിച്ചോളി. എന്തൊരു വേണമെങ്കിലും ആയിക്കോളി. ബെഡല്ലേ ഈ ചിലച്ചു കൊടുക്കല്ലേ പോയതേ. ഞാനെവിടെയും പോയിക്കില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഓന് കൊടുക്കാം, ഓൻ കിടക്കുന്നുണ്ട്. ബ്രിഗേഷേ, ഭവിതയാടാ, ഓക്കൊരു സമാധാനമായിട്ട് വിളിക്കുന്ന. ഇനി 2 വർത്തമാനം പറഞ്ഞോളോട്. ബ്രിഗേ, നിന്റെ നീല ഷെഡ്ഡി എവിടെയല്ലാന്ന് കാണുന്നില്ലല്ലോ. ഹലോ, ചക്കൻ കട്ടാക്കി. ഓളെന്നാ പറഞ്ഞേ? കുന്തം. എപ്പം നിങ്ങൾ ആരെങ്കിലും അവനോട് നല്ല വാക്ക് പറഞ്ഞിക്കാ. ഉമിക്കരി കൊടുത്ത് സേവിക്കാൻ നിൽക്കുന്നു. ഇതാ കോലയിൽ നായിക്കാട്ടം കൊണ്ട് പല്ലേപ്പിക്കേണ്ട സാധനം. തിന്നോ എൻ്റെ ഓവി എണീച്ച് നാരങ്ങ നോക്കിയായിരുന്നു കേട്ടാ. അതിനോന് ബോധം വന്നിട്ട് വേണ്ടേ. ബ്രിഗേഷേ, ഇതാരാ വന്നേ നോക്കിയാ? മോനെ ബ്രിഗേഷേ, എനിക്ക് എങ്ങനെയുണ്ടാ? കുഴപ്പമില്ല. ശരിയായില്ല. കഴിഞ്ഞൊക്കെ കഴിഞ്ഞ് നാളെ മുതൽ പണിക്ക് തരണേ. ഈ മാഹിയിലെ ആശ്രമത്തിലാ പണി. തൊഴിലാളിയൊന്നും കിട്ടില്ലേ? പകുതി പൈസ മൂപ്പർ തന്നെ കമ്മീഷൻ എടുക്കും, പിന്നെ അവര് വരുമോ? പഞ്ചേച്ചി വന്നല്ലോ. പഞ്ചേച്ചി, ടെസ്റ്റെല്ലാം കഴിഞ്ഞിക്കാ, ഇനി നമുക്ക് പോയിക്കൂടാ. ഇനി ഒരു ടെസ്റ്റ് കൂടി ബാക്കിയുള്ളൂ. അതിന് ഇവൻ നന്നായി സഹകരിക്കണം.
അതെന്താ അങ്ങനെ ഒരു ടെസ്റ്റ്? അല്ലടാ മൃഗേ, നീ നാടിട്ട് പോയിട്ട് എന്തെങ്കിലും ഒപ്പിച്ചിക്കാ? ഓടാ. 21 നമ്പർ റൂമിൽ ഡോക്ടർ തരണാംശം ഉണ്ട്. ഓറെ ഒന്ന് കാണണം. ഓരോരു മനോരോഗ വിദഗ്ധനാ. മാനസരോഗത്തിന്റെ ആ പേടിക്കണ്ട, ആത്മഹത്യ ഭീരുക്കളുടെ ലക്ഷണമാണ്. ഇവൻ ഇനി അതിന് മെനക്കെടില്ല എന്ന് ഉറപ്പുവരുത്തണമല്ലോ. അതൊന്നും കാണിച്ചില്ല. ജന്തു നിനക്ക് എവിടെ നിന്ന് കിട്ടിയ ബുദ്ധി? നീ എന്നെ കുറിച്ച് ആലോചിച്ചിനാ? ബബിതേ, കുറവുണ്ടോ? നീ ചിലക്കുന്നേ കാറ്റ് താനെ പറഞ്ഞു അന്നേരം ആട്ടുകൂട്ടി അമ്മിഞ്ഞ് അപ്പന്നേ. മൃഗേഷ് ആ വരൂ. എന്താ പേര്? കവിത. ഉം? ഓൻ്റെത് മൃഗേഷ്. വയസ്സ് എത്രയായി? SSLC ബുക്കിൽ 40, സത്യത്തിൽ ഓന് 37 ആയിട്ടുള്ളൂ. കണ്ടാലോ അത്ര പറയല്ലേ? ഇപ്പൊ എന്താ പ്രശ്നം? എന്ത് പറയാനാ സാറേ? അല്ല ഓൻ എന്തിന്റെ കേടുണ്ടായിട്ടാന്ന്? മനുഷ്യന്മാരാരെങ്കിലും ചെയ്യുന്ന കാര്യവും ചെയ്ത് അല്ല ഓനെ പറഞ്ഞിട്ടും കാര്യമില്ല. ഓൻ എല്ലാത്തിനും കൂട്ടിക്കുന്ന ഓൻ്റെ അളിയനെ ആദ്യം ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണ്ട്. അതാരാ? എൻ്റെ ഓൻ അപ്പൊ ഇതാരാ? പെങ്ങള് ബബിത. നേരത്തെ പറഞ്ഞില്ലേ? ആ, എന്നാ പെങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം. എന്നിട്ട് വലത്തേക്ക് പോകുമ്പോ മോർച്ചറിയുണ്ട്. പേടിക്കണ്ട, അതിന് തൊട്ടപ്പുറത്താ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ക്യാൻറ്റീൻ. ഇപ്പൊ ചെന്ന് കഴിഞ്ഞാലേ നല്ല ഇലയുടെയും ചായയും കിട്ടും. ഒരെണ്ണം കുടിച്ചിട്ട് ഷടേന്ന് പറഞ്ഞ് ഇങ്ങ് വരണ്ട, പതുക്കെ വന്നാ മതി. പുറത്ത് നിന്നാ മതി, ഞാൻ വിളിച്ചോളാം. ഇത് കുറച്ച് സമയം എടുക്കും. ചെല്ലു. പറ മോനെ മൃഗേഷേ, എന്താ നിന്റെ പ്രശ്നം? അവന് സാറേ നാട്ടുകാരാണ് പ്രശ്നം. ഒരാലോചന പോലും സമ്മതിക്കൂല. ഡിവോഴ്സ് ആയത്, 3 തവണ കിട്ടിയത്, 2 കുട്ടികളുള്ളത്, വിധവകള് ഒക്കെ കണ്ടു നോക്കി. എൻ്റെ മൃഗേഷേ, ഈ കല്യാണം കഴിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ തന്നോട് ആരാ പറഞ്ഞേ? അതിന് സാറ് കല്യാണം കഴിച്ചാന്നോ? പിന്നെ 10 വർഷമായി 2 കുട്ടികളുണ്ട്, സുഖമായി ജീവിക്കുന്നു. അത് ശരി, അപ്പം ഞാൻ കെട്ടണ്ട അല്ലേ? അത് മൃഗേഷ് വന്നേ. അതായത് ഇപ്പോൾ നമ്മുടെ മഹാന്മാരുടെ കാര്യം തന്നെ എടുക്കാം. നമ്മുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം ഹാപ്പി ആയിരുന്നില്ലേ? ആണ്. അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി ജീവിതം മുഴുവൻ കല്യാണം കഴിക്കാതെയുള്ള ഉപവാസത്തിലാ. അതൊക്കെ പോട്ടെ, നമ്മുടെ സൽമാൻ ഖാൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇവരൊക്കെ ആയിരിക്കണം നിന്റെ ഹീറോ. നിനക്കൊരു പെണ്ണ് കിട്ടുന്നത് വരെ. അതിപ്പോ കാമ്പറത്തെ ദിനേശൻ പീഡിപ്പണിയാ. 25ാമത്തെ വയസ്സിൽ പെണ്ണ് കിട്ടി. കൊള്ളാം. ഒറ്റമ്മ ഷൈജു ലോട്ടറി കച്ചവട 30-നുള്ളിൽ 2 തവണ കിട്ടി. മിടുക്കൻ. പോക്സോ കേസിൽ കുടുങ്ങിയ ദാസമാഷിക്ക് വരെ പെണ്ണ് കിട്ടിക്ക്. ഇവരൊക്കെയാണ് സാറേ എൻ്റെ ഹീറോ. എനിക്ക് പെണ്ണ് വേണം. അല്ല മൃഗേഷെ പറയുന്നേക്ക്. മൃഗേഷെ, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ, ദാറ്റ്സ് ഓൾ. നിനക്കൊരു പെണ്ണ് വിധിച്ചിട്ടുണ്ടെങ്കിൽ സമയവും സന്ദർഭം ആവുമ്പോൾ ഭൂമി പിളർന്നും തൂണ് പിളർന്നും മതിൽ ചാടിയും വരും. സമാധാനമായിട്ടിരിക്കും. ആ 2 ചായ. കഴിക്കും. ഇത് കഴിക്കും. ഇതിൻ്റെ ബാക്കി കഴിക്കാൻ എവിടെയോ ഒരു പെണ്ണ് നിന്നെയും കാത്തിരിപ്പുണ്ട്. കഴിക്കും. കഴിച്ചോ? മൃഗേഷ് ഡിസ്ചാർജ് വീട്ടിലെത്തിയിട്ടാ. ഞാൻ പണിക്കോടത്ത് വിളിച്ചിക്കങ്ങളാ. എന്താണ് ഇന്ന് നേരത്തെ പോന്ന്? ഞാൻ കൊറേ സ്ഥലം അങ്ങോട്ട് പോത്ത്. ആടുന്ന് ഇനി ഒഴിവാക്കിയാ? ഗ്യാസിന്റെ പ്രശ്നം. തീർന്നാ വരുന്നു, തീർന്നാ പോകുന്ന തിരിയുന്നില്ല. അല്ലടാ, ഇങ്ങ അതിൻ്റെ ഇതുകൊണ്ടല്ലേ തുണിപ്പൊടിയൊന്ന് ഒഴിവാക്കിയേ? ഇതിനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിച്ചാൽ ഇനി ഒരു പണിക്ക് പോകും. കൂട്ടാനല്ലേ? ചോറിന് കൂട്ടാൻ 50 രൂപയ്ക്ക് 2 അയില മതി, നല്ല രസമുണ്ടാവും. ഞാൻ വാങ്ങിക്കില്ല. കഞ്ഞാടുണ്ട്, പപ്പടും വേണേ ചുട്ടു തിന്നോ. ഓ ധാരാന്ന്. എന്താ ആ പിന്നെ അല്ലാണ്ട് ഞാൻ ഉണ്ട്. ആ ആശ്രമത്തിലേക്കല്ലേ, വെറുതെ വിളിക്കില്ല. താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രി വേഗം വരാട്ടാ പോയിട്ട്. ബാബുവോ, ഇന്ന ഗോപാലിന് പറ്റിയ പെണ്ണടുങ്ങണ്ട കാലം വെച്ച് നോക്ക്. അല്ലെങ്കിൽ പെണ്ണുങ്ങൾ കൂടി ചെക്കനെ തച്ചി കൊല്ലും. ഗോപാലിൽ ഇംഗാച്ചാരം തുടങ്ങി നമുക്ക്
ആ ചോറാക്കി ആ ഗോവാരാ ഇയാള് ചോറിനടാ. മനുഷ്യന്മാരായിട്ട് ഉച്ച ബന്ധമില്ല. എടാ ഒച്ചുണ്ടാക്കേണ്ട സാധനം ഇറക്കിയിട്ട് പ്രാർത്ഥനയുടെ ടൈമ. എടാ പിന്നെ ഇവിടെ പ്രത്യേക പൂജയുള്ള ഈട മെമ്പർഷിപ്പ് കിട്ടുമോ നോക്കണം കേട്ടാ. എടാ ബാബു, ഈ ഇന്നും കൂടെ ഇവിടെ പണിയുള്ളൂ കേട്ടോ. വൈകുന്നേരം പൈസ കണക്കൂട്ടി വാങ്ങാനുള്ളതാ. ഈ വെറുതെ സ്വീപ്പുണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ. എന്നാ ഞാനിവിടെ പണിക്കൊന്നൊന്നല്ല, ബ്രിഗേഷിന് ഒരു കമ്പനി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഓനെ നോക്കണം എന്ന് പറഞ്ഞ ഡോക്ടർ നല്ലോണം നോക്കണം. ഒരു പണിക്കും വേണ്ട, തിന്നുക പ്രാർത്ഥിക്കുക, തിന്നുക പ്രാർത്ഥിക്കുക, നല്ല അറിയിക്കില്ലേ. അതെ, ഒരു കക്കാൻ വേണ്ടി പോകുന്നല്ലോ, വെറുതെ അല്ല എനിക്ക് പെണ്ണിട്ടാത്ത്. എല്ലാരും എടുക്ക്, എല്ലാരും എടുത്തോണ്ടോ. എല്ലാം പച്ചപ്പഴം. അടുക്കളക്കാരികളെ അടുക്കളക്കാരികളെ നമസ്കാരം. അതെ, നിങ്ങളിപ്പോൾ ടോട്ടൽ സന്യാസിമാർ എത്ര പേരുണ്ട്? 47. ഞാൻ എല്ലാവരും ഒന്നും കണ്ടിക്കില്ല. പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് പരിചയപ്പെടണം. പുതിയ അഡ്മിഷൻ എടുക്കുന്നുണ്ടോ? ഇല്ല, പുറത്തുനിന്ന് ആരെടുക്കും? അയ്യോ, സത്യം പറയാലോ, എനിക്ക് സന്യാസാവാൻ ഇഷ്ടം. പക്ഷെ അച്ഛന് വലിയ ഇഷ്ടമല്ല. സന്യാസിയാകുമ്പോൾ നമുക്ക് വലിയ പണിയൊന്നും എടുക്കാതെ കൃത്യമായിട്ട് ഭക്ഷണം കിട്ടല്ല. അതെ, കുറച്ച് വെള്ളം തരുമോ? കഞ്ഞീര വെള്ളം, കുറച്ച് ഉപ്പിട്ടിട്ട് ദേശം അച്ചാറും കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതാ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് കുടിച്ചാൽ ഒരു എനർജിയാണ്. അമ്മോ, നല്ല പൊരി. ആ അതെ, സാമ്യം പ്രശ്നം ഉണ്ടായിട്ടൊന്നല്ല. എൻ്റെ പൊരി. നോക്കടാ 110. മിണ്ടല്ലടാ. എനക്കിപ്പോൾ പീടികയിൽ 10 റുപ്യേൻ്റെ കച്ചവടം നടക്കുന്ന ടൈമാണ്. ആ നേരത്താണ് നിൻ്റെ കൂടെ പെയിന്റ് വരക്കാൻ നടക്കുന്നത്. നിന്നെ ആരാ വിളിച്ചേ? എന്നോട് ഡോക്ടർ പറഞ്ഞല്ലേ എന്നെ നോക്കണമെന്ന്. നീ ചാവുന്നു എന്തല്ലോ പറഞ്ഞില്ല. എടാ, എനക്കൊരു 10 എവറിയൊത്ത് ഇങ്ങോട്ട് എടുത്താൽ മതിയേനു. ഈടെ ആകുമ്പോൾ നല്ല കച്ചവടം നടക്കും. ഈടെ ആരും ഇടുന്നില്ല എന്ന് എനക്ക് തോന്ന്. എന്റെ കച്ചവടം ഇവിടെ നടക്കൂല, ഇവിടെ സിസ്റ്റം വേറെയാ. വെള്ളം കുടിക്കടാ. അടിച്ചോ എന്നടാ വേണ്ടേ? വെള്ളം മാത്രമേ ഉള്ളൂ അല്ലേ? എന്താ പറ്റി? വെള്ളം വേണം. വെള്ളം എടുക്ക്, വെള്ളം എടുക്ക്. ആഹാ, ബ്രിഗേഷ് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. നിങ്ങളൊന്ന് വിളിച്ചു നോക്കിയേ. ഞാനൊന്ന് ബ്രാക്കോട്ട് വിളിച്ചു അവിടെ നിന്ന്. ഹലോ, എടാ ബ്രാക്കോട്ട് എങ്ങനെയാ ഉള്ളേ? ആ, ഞങ്ങൾ ബീവറേജില്. ബ്രിഗേഷ് ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇതവിടെ ഞാൻ കൊടുക്കാം. അല്ല, എൻ്റെ ഫോൺ അവിടെ പോയി. ഹലോ, ഫോണ്. അയ്യോ, ഫോണ് പോയിക്ക്. ഫോണ് പോയോ? കുരിപ്പഞ്ഞി അതും കൊണ്ടേ കളഞ്ഞാ. ഇതാടാ ഈ ചിലക്കല്ലേ പോയതേ, വയറ്റ് കളിയിട്ട് വയ്യ. അത് ചോദിക്കാനാ ഞാൻ വിളിച്ചത്. നീ വയറ്റ് കളിച്ചെന്നെ ഗുളിക കഴിച്ചാ? ആ, ഹലോ ഹലോ, ഈ ചെക്കൻ അന്തും കൊന്തുമില്ല ബോധവുമില്ല. വരുന്നുണ്ടാ? ഗുളിക കുടിച്ചിട്ടില്ലടാ. എൻ്റെ ഫോൺ എടുത്തു. ഈ എൻ്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചേ. ആ വിളിച്ചാൽ